നമസ്കാരം, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് മലയാളം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഡിസംബറൊക്കെ തുടങ്ങി, ക്രിസ്മസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണയുടെ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ക്രിസ്മസ് വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ക്രിസ്മസ് എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം മൊത്തവും ഏകദേശം ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറാണ്. അത് നമ്മൾ ബുക്കിൻ്റെ ബൈൻഡ് പേപ്പറും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബുക്കിൻ്റെ ബൈൻഡ്, സിസേഴ്സ്, ഗ്ലൂ, ഡബിൾ സൈഡ് ടേപ്പ്, സ്റ്റാപ്ലർ, പിന്നെ ഒരു കളർ പേപ്പർ. വേറൊരു കളർ പേപ്പർ ഞാൻ ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ഈ കളർ പേപ്പർ മറ്റേ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കളർ പേപ്പർ ബുക്കിൻ്റെ മറ്റേ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, കറക്റ്റ് ലെവലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ ബുക്കിൻ്റെ ബൈൻഡ് നമുക്ക് മിഡിലിൽ നിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, 2 പീസായിട്ട്. ഇപ്പോൾ ഇതാ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ പീസ് ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു വര നമുക്ക് കിട്ടും. ആ വരയെ കൂടെ തന്നെ ഒന്ന് മടക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 തുമ്പും കൂടെ മടക്കി കൊടുക്കാം, ഇതുപോലെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു എക്സിൻ്റെ രൂപത്തിൽ കിട്ടും. ഇനി ആ 2, അതായത് ഈ 2 സൈഡും കൂടെ മടക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് 2 സൈഡും കൂടെ മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലസ് ആകൃതിയും കിട്ടും, ഒരു മൾട്ടിപ്പിളിൻ്റെ ആ ഒരു ആകൃതിയും കിട്ടും. ഓക്കെ, ഇനി അതൊന്നുകൂടെ കറക്റ്റായിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിൽ 2ആയിട്ട് മടക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ആ കോർണറിൽ വെച്ചിട്ട് അത് 2ആയിട്ട് മടക്കണം. ഇതേപോലെ 2ആയിട്ട് മടക്കണം. ഇതുപോലെ തന്നെ 4 കോർണറുകളിലും ചെയ്യണം. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ മടക്കാൻ നല്ല പാടാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ മടക്കണം. ഇതുപോലെ 4 സൈഡിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മടക്കിയ ആ ഒരു സൈഡ് ഒന്നുകൂടെ മടക്കി കൊടുക്കുകയാണ്. കാരണം നമ്മളിനി കട്ട് ചെയ്യാൻ പോവാം. ഈ 4 സൈഡിൻ്റെയും നടുക്കലത്തെ ഭാഗമാണ്, 4 സൈഡിൻ്റെയും മിഡിൽ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ബൈസെക്ട് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് സൈഡിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ 4 സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ അടച്ചു വെക്കാവുന്ന രീതിയിൽ കിട്ടും. ഇതുപോലെ 4 സൈഡിലും അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അതിൻ്റെ മുകളിൽ അതായിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കാം, പക്ഷേ എനിക്ക് കുറേ കൂടെ എളുപ്പമായിട്ട് തോന്നിയ സ്റ്റാപ്ലറാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 4 സൈഡും സ്റ്റാപ്ലർ ചെയ്ത് കഴിഞ്ഞു, ഒന്നിൻ്റെ മുകളിൽ നന്നായിട്ട് വെച്ചിട്ട്. എന്നിട്ട് സൈഡെല്ലാം നല്ലതായിട്ട് കൂർപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റാറിൻ്റെ രൂപം കിട്ടി. ഇതുപോലെ തന്നെ
നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്, അതായത് ഒരു ഓപ്പോസിറ്റ് രീതിയിൽ ഒട്ടിക്കണം, മറിച്ച്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരെണ്ണത്തിൻ്റെ 4 സൈഡിലും ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ മുറിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി അത് ചെയ്യാം. ഇപ്പോൾ ഇതാ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ ഇനി അതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയിട്ട് മറ്റേ സ്റ്റാർ കമഴ്ത്തി ഇതിന് മുകളിൽ വെക്കാം. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കണം. ഒരുമിച്ചല്ല വെക്കുന്നത്, അതിൻ്റെ കാലുകളുടെ നടുക്കോട്ടായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ സ്റ്റാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പല കളറിൽ പല കാർഡ്ബോർഡ് പീസ് പല സൈസിലും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചത് പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പേപ്പർ വെച്ച് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പ്രശ്നമായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഈ സ്റ്റിഫായിട്ട് ഇരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ 2 എണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ ഒട്ടുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് 2 പ്രശ്നമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ബൈൻഡിനകത്തൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പേപ്പർ ഒട്ടിക്കാണ്ട് നല്ല കളറുള്ള ബൈൻഡൊക്കെ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്റ്റാർ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നവരെ ബൈ.